കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിപ്രിസിയേഷനും അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്പോസൽ ഓഫ് പി പി ആണ്. ഒരു പി പി അഥവാ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അഥവാ ടാഞ്ചിബിൾ നോൺ കറൻറ്റ് അസറ്റ് നമ്മൾ ഡിസ്പോസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്പോസൽ രണ്ട് രീതിയിലായിരിക്കാം. ത്രൂ ക്യാഷ് പ്രൊസീഡ്സ് ഉണ്ടായിരിക്കാം, അതായത് നമ്മൾ അസറ്റ് വിൽക്കുന്നു, പകരം ക്യാഷ് കിട്ടുന്നു. അതല്ലെങ്കിൽ നമുക്ക് പാർട്ട് എക്സ്ചേഞ്ച് അലവൻസ് ആയിട്ട് നമ്മൾ മറ്റൊരു അസറ്റിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു അസറ്റ് എന്ത് ചെയ്യാണ്, എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നമ്മളുടെ അസറ്റ് വിൽക്കുന്നു, പകരം ക്യാഷ് കിട്ടുന്നില്ല, പകരം മറ്റൊരു അസറ്റ് കിട്ടുകയാണ്. സോ ഡിസ്പോസൽ ത്രൂ ക്യാഷ് പ്രൊസീഡ്സും ഡിസ്പോസൽ ത്രൂ എക്സ്ചേഞ്ചും എങ്ങനെ അക്കൗണ്ട് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഡിസ്പോസൽ ത്രൂ ക്യാഷ് പ്രൊസീഡ്സ് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഡിസ്പോസൽ ത്രൂ ക്യാഷ് പ്രൊസീഡ്സ്. ഒരു അസറ്റ് നമ്മൾ വിറ്റു, ദാറ്റ് മീൻസ് ആ അസറ്റിൻ്റെ കൺട്രോൾ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തായി, നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ അസറ്റ് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് ഡീറെക്കഗ്നൈസ് ചെയ്യണം. സോ ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ടായിരുന്നു. നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത് 1st January 2011 ടു 31st December 2011 ആണ്. നമ്മളുടെ അസറ്റിൻ്റെ ക്യാരിയിങ് എമൗണ്ട് അറ്റ് 1st January 2011 ഫോർ എക്സാമ്പിൾ 25,000 ആണ്. ഈ അസറ്റ് എന്ത് ചെയ്തു, നമ്മൾ ക്യാഷിന് വിറ്റു. നമുക്ക് സെയിൽസ് പ്രൊസീഡ്സ് കിട്ടിയത് ഫോർ എക്സാമ്പിൾ 30,000 ആണ്. ക്യാരിങ് എമൗണ്ട് മീൻസ് എന്താണ്, കോസ്റ്റ് അല്ല കേട്ടോ, കറൻറ്റ് വാല്യൂ ആണ്. ദാറ്റ് മീൻസ് കോസ്റ്റ് മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ആണ്. സോ ക്യാരിങ് എമൗണ്ട് 25,000 ആണ്, സെയിൽസ് പ്രൊസീഡ്സ് ആണ്. എന്നാണ് നമ്മൾ വിൽക്കുന്നത്, 1st January 2011 ആണ് വിൽക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഈ അസറ്റ് നമ്മൾ വിൽക്കുമ്പോൾ അസറ്റിൻ്റെ കൺട്രോൾ നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. സോ കൺട്രോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡീറെക്കഗ്നൈസ് ചെയ്യണം. സോ കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ SOFPയിൽ നോൺ കറൻറ്റ് അസറ്റിൻ്റെ താഴെ ഈ പർട്ടിക്കുലർ പി പി നമ്മൾ എന്ത് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യില്ല. കാരണം അത് നമ്മൾ കൺട്രോൾ നഷ്ടപ്പെട്ടു, ഡീറെക്കഗ്നൈസ് ചെയ്യണം. സോ SOFPയിൽ നമ്മളുടെ നോൺ കറൻറ്റ് അസറ്റ് പി പിയുടെ ക്യാരിങ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, എഴുതില്ല. ക്ലിയർ ആണ്? അതെന്ത് ചെയ്യണം, ഡീറെക്കഗ്നൈസ് ചെയ്യണം. ബട്ട് SOPയിൽ ഇത് വിൽക്കുന്ന സമയത്ത് നമുക്കൊരു ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം. സോ SOPയിൽ നമ്മൾ എന്ത് ചെയ്യണം, SOPയിൽ നമ്മളുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, പഴയ സ്റ്റുഡൻസ് ശ്രദ്ധിക്കണം. കാരണം SOPലിൻ്റെ ഫോർമാറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി, ഇങ്ങനെ നമ്മൾ മൂന്നായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, സെപ്പറേറ്റ്ലി SOPയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ താഴെ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ ഓഫ് പി പി എന്ന് പറഞ്ഞിട്ട് വേണം അക്കൗണ്ട് ചെയ്യാൻ. പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. സോ SOFPയിൽ അസറ്റിനി പ്രസൻറ്റ് ചെയ്യുന്നില്ല, അത് ഡീറെക്കഗ്നൈസ് ചെയ്തു. SOPയിൽ വിൽക്കുമ്പോഴുള്ള ലാഭമാണോ നഷ്ടമാണോ അത് നമ്മൾ എന്ത് ചെയ്യണം, SOPയിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം. സോ ഒരു അസറ്റ് വിൽക്കുന്ന സമയത്ത് നമ്മൾ സംഭവിച്ചിടത്തോളം SOPയിൽ എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യാം, എന്താണ് ആ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് FAയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും FAയിൽ നിങ്ങൾ ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതേണ്ടത്, ലെഡ്ജറിൽ എങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ കണ്ടെത്താം എന്നുള്ളതും ഡിസ്കസ് ചെയ്യാം. ബട്ട് ബേസിക്കലി നമുക്ക് FAയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കാണേണ്ടത് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസലാണ്. അത് കാണാനുള്ള ഇക്വേഷനാണ് എന്ത്, ഞാൻ ഇക്വേഷൻ തരാം. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ ഈക്വൽ ടു സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് ക്യാരിയിങ് എമൗണ്ട് അറ്റ് ഡേറ്റ് ഓഫ് ഡിസ്പോസൽ.
ഇതായിരുന്നു നമ്മളുടെ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ ഈ അസറ്റ് വിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രൊസീഡ്സ് കിട്ടിയത് 30,000 ആയിരുന്നു. ആ ഡേറ്റിലെ ക്യാരിങ് എമൗണ്ട് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ കണ്ടെത്തണം. ബട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എത്രയാണ് ക്യാരിങ് എമൗണ്ട്? 25,000 ആണ്. സോ എത്രയാണ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ വരുന്നത്? 5,000 ആണ്. സോ നമ്മളുടെ SOPL പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യേണ്ടത് 5,000 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതാണ് ബേസിക്കലി ഒരു അസറ്റ് ഡിസ്പോസൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ട പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ. സോ ഒന്നും കൂടെ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേഗം ഒരു ഇല്ലുസ്ട്രേഷനിലോട്ട് പോകാം. ജസ്റ്റ് ആ ഇല്ലുസ്ട്രേഷനിൽ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എല്ലാവരും. ഇവിടെ ഹൗ മച്ച് ഈസ് ദി ടോട്ടൽ ചാർജ് ടു പാറ്റ്സ് SOPL റിലേറ്റിംഗ് ടു അസറ്റ് സോൾഡ് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2017 എന്താണ് പറയുന്നത്? ഹൗ മച്ച് ഈസ് ടോട്ടൽ ചാർജ്ഡ് എന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ ചാർജ്ഡ് എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? SOPLോട്ട് എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യേണ്ടത് എത്രയെന്നാണ്. ദാറ്റ് മീൻസ് ഇവിടെ അസറ്റ് സോൾഡ് ചെയ്ത സമയത്ത് പ്രോഫിറ്റ് ആയിരിക്കില്ല, ലോസ് ആയിരിക്കും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൗ മച്ച് ഈസ് ടോട്ടൽ ചാർജ്ഡ് ടു SOPL എന്ന് ചോദിക്കുന്നത്. ക്ലിയർ ആണ്? സോ ഇവിടെ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഫിനാൻഷ്യൽ ഇയർ എഴുതണം. എന്താണ് ഫിനാൻഷ്യൽ ഇയർ വരുന്നത്? 1st January 2015 ടു 31st December 2015. ഇതാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ പാറ്റ് റൺസ് എ ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് ബിസിനസ്. ഒരു ഗാർഡൻ വൃത്തിയാക്കുന്ന ഒരു ബിസിനസ്സാണ്. ഓൺ 1st February 2012. ദാറ്റ് മീൻസ് ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ 2015 ആണ്. സോ അതിനേക്കാളും പ്രീവിയസ് ഇയർ ആയ 14, 13, 12. ദാറ്റ് മീൻസ് 3 years ബിഫോർ 12 എന്ത് ചെയ്യുന്നത്? February 12 പാറ്റ് പർച്ചേസ്ഡ് എ സിറ്റ് ഓൺ ലോൺ മോവർ. ദാറ്റ് മീൻസ് നമ്മൾ ഇരുന്നു കൊണ്ടുള്ളൊരു വാഹനമില്ല, നമ്മൾ ഗാർഡനിൽ പുല്ലൊക്കെ ചെത്തുന്ന ആ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നതാണ്. നമുക്കതൊരു PP, ഒരു നോൺ കറണ്ട് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. കോസ്റ്റിംഗ് എത്രയായിരുന്നു? 3,000 ആയിരുന്നു. വിച്ച് ഈസ് ഡിപ്രിഷിയേറ്റഡ് അറ്റ് 10% per annum സ്ട്രൈറ്റ് ലൈൻ ഓൺ എ മന്ത്ലി ബേസിസ്. സ്ട്രൈറ്റ് ലൈൻ ബേസിസ് ആണ്, മന്ത്ലി ബേസിസ് ആണ്. 10% സ്ട്രൈറ്റ് ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ഓൾറെഡി എന്താണ് ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ അത് റെഫർ ചെയ്തിട്ടില്ലെങ്കിൽ അത് റെഫർ ചെയ്യുക. ഡിപ്രിസിയേഷൻ എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. പാറ്റ് ഡിസൈഡഡ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് വൺ വിച്ച് ഹാസ് എൻക്ലോസ്ഡ് ക്യാബിൻ ഫോർ യൂസ് ഇറ്റ് വെൻ ഇറ്റ് റെയിൻസ്. വേറെ നമ്മൾ അസറ്റ് റീപ്ലേസ് ചെയ്യാണ്, ഇത് വിറ്റിട്ട് വേറെ ഒരെണ്ണം വാങ്ങിക്കാനാണ്. ദ ലോൺ മോവർ വാസ് സോൾഡ് ടു ആൻ ഓൾഡ് ഫ്രണ്ട് ഫോർ 2,000 ഓൺ 31st July 2015. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ 1st January 15 സ്റ്റാർട്ട് ചെയ്യുന്നത്, 31st December 15 എൻഡ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ ശ്രദ്ധിച്ചില്ലേ, നമ്മളിത് സെയിൽ ചെയ്യുന്നത് എന്നാണ്? 31st July 2015. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഇയർ എത്ര മന്ത്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഇയർ നമ്മളൊരു 7 months ആണ് നമ്മൾ ഈ അസറ്റ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ബട്ട് നമുക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ എത്രയാണെന്നുള്ളത് കാണണ്ടേ? സോ അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസലിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ ഈക്വൽ ടു സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് ക്യാരിയിങ് എമൗണ്ട് അറ്റ് ഡേറ്റ് ഓഫ് ഡിസ്പോസൽ. ഇവിടെ ഡേറ്റ് ഓഫ് ഡിസ്പോസൽ വരുന്നത് 31st July 2015 ആണ്. ഈ ഡേറ്റിൽ എന്ത് കാണണം? ക്യാരിയിങ് എമൗണ്ട് കാണണം. ഇവിടെ സെയിൽസ് പ്രൊസീഡ്സ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? അവർ തന്നിട്ടുണ്ട്. എത്ര സെയിൽസ് പ്രൊസീഡ്സ്? വിറ്റത് എത്രക്കാണ്? സെയിൽസ് പ്രൊസീഡ്സ് വരുന്നത് 2,000. $2,000 അവരെന്ത് ചെയ്തത്? സെയിൽ ചെയ്തത്. ഇനി ക്യാരിയിങ് എമൗണ്ട് കാണണം. ക്യാരിയിങ് എമൗണ്ട് കാണാൻ എല്ലാവർക്കും അറിയാലോ, കോസ്റ്റ് മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ആണ് ക്യാരിയിങ് എമൗണ്ടിൻ്റെ ഇക്വേഷൻ വരുന്നത്. സോ ക്യാരിയിങ് എമൗണ്ട് എങ്ങനെ കാണാൻ നോക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ഇയറിൽ റെക്കോർഡ് ചെയ്യേണ്ട ടോട്ടൽ ചാർജ് എന്നാണ് ചോദിച്ചത്, അല്ലാതെ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ എന്ന് മാത്രമല്ല. അപ്പോൾ കറണ്ട് ഇയറിൽ 7 മാസം നമ്മൾ ഈ അസറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ 7 മാസത്തെ ഡിപ്രിസിയേഷൻ SOPLോട്ട് ചാർജ് ചെയ്യണം. ഈ വർഷം വിറ്റപ്പോഴുള്ള ലാഭം നഷ്ടമായി വന്നിട്ടുണ്ടെങ്കിൽ അതും SOPLോട്ട് ചാർജ് ചെയ്യണം. അപ്പോൾ കറണ്ട് ഇയറിലെ ഡിപ്രിസിയേഷൻ മാത്രം കാണാൻ നമ്മൾ കറണ്ട് ഇയറിൻ്റെ ഓപ്പണിങ്ങിലെ ക്യാരിയിങ് എമൗണ്ട് ഒന്ന് ആദ്യം കാണണം. എന്നിട്ട് അതിൽ നിന്ന് 7 മാസത്തെ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് ഡിസ്പോസൽ ഡേറ്റിലെ ക്യാരിയിങ് എമൗണ്ട് ആണ് കാണുന്നത്. ഓക്കെ,
സോ ഇവിടെ അസറ്റ് നമ്മൾ വാങ്ങിക്കുന്നത് എന്നാണ്? അസറ്റ് നമ്മൾ വാങ്ങിക്കുന്നത് 1 ഫെബ്രുവരി 2012 ദാറ്റ് മീൻസ് 2012 ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1 ജനുവരി 2012 സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അത് എൻഡ് ചെയ്യുന്നത് ഏത് ഇയറിലാണ്? 31 ഡിസംബർ 12 അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ 1 ജനുവരി 12, 31 ഡിസംബർ 12 അത് എൻഡ് ചെയ്യുന്നത്. അന്നേരം കോസ്റ്റ് എത്രയായിരുന്നു? നമുക്കിതിനേക്കാളും സിമ്പിളായിട്ട് കാണാം കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ ആണ്, എല്ലാ വർഷവും ഈക്വൽ ആണ്. ഒരു വർഷം കണ്ടിട്ട് ജസ്റ്റ് ടോട്ടൽ ഇയേഴ്സ് ചെയ്താൽ മതി. ബട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. നമുക്ക് കോസ്റ്റ് വരുന്നത് 3000 ആയിരുന്നു. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നമ്മൾ 1 ജനുവരി 2012 വാങ്ങിയത്. ഓക്കെ, നമ്മളിത് വാങ്ങിയത് ഏത് ഇയറിലാണ്? ഈ ഇയറിൽ തന്നെ 1 ഫെബ്രുവരിയിലാണ് നമ്മളിത് വാങ്ങിക്കുന്നത്. അന്നേരം കോസ്റ്റ് എത്രയായിരുന്നു? 3000 ആയിരുന്നു. ക്ലിയർ അല്ലേ? ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യണം. സോ ഈ വർഷം ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ മന്ത്ലി ബേസിസിലാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ വർഷം ജനുവരി ടു ഡിസംബർ ആണ് 12 മന്ത്സ്, പക്ഷേ ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത്? വാങ്ങിക്കുന്നത്. സോ നമ്മൾ ഈ വർഷം ഒരു മാസം ഉപയോഗിച്ചിട്ടില്ല, 11 മന്ത്സ് ഉപയോഗിച്ചിട്ടുള്ളൂ. സോ 11 മന്ത്സ് ഡിപ്രിസിയേഷൻ കണ്ടാൽ മതി. അപ്പോൾ അതിനു മുൻപ് ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ നമുക്ക് എന്ത് ചെയ്യണം? കാണണം. സോ ഇവിടെ താഴെ ഞാൻ എഴുതുന്നുണ്ട്. ഇപ്പോൾ ഡിപ്രിസിയേഷൻ ഈക്വൽ ടു സ്ട്രെയിറ്റ് ലൈൻ ബേസിസിൽ ഇക്വേഷൻ എന്താണ്? കോസ്റ്റ് മൈനസ് റെസിജ്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ആണ്. കോസ്റ്റ് വരുന്നത് 3000 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ റെസിജ്വൽ വാല്യൂ ഒന്നും പറയുന്നില്ല, കോസ്റ്റിനെ കുറിച്ചിട്ടേ പറയുന്നുള്ളൂ. റെസിജ്വൽ വാല്യൂവിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. സോ റെസിജ്വൽ വാല്യൂ 0 ആയിട്ട് എഴുതുന്നുണ്ട് ഇനീഷ്യലി. യൂസ്ഫുൾ ലൈഫ് വരുന്നത് എത്രയായിരുന്നു? യൂസ്ഫുൾ ലൈഫ് തന്നിട്ടില്ല, 10% സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്. അപ്പോൾ യൂസ്ഫുൾ ലൈഫ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് യൂസ്ഫുൾ ലൈഫ് ഈക്വൽ ടു 100 എത്ര പെർസെൻറ്റേജ് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു? 10% ഇല്ലേ? ആ നമ്പർ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. 10%-ൽ 10 ചെയ്യുക. ഇനി 5% സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലോ 100/5. ഇനി 20% സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലോ 100/20 ചെയ്താൽ മതി. അപ്പോൾ 100/10% സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ 100/10 എത്ര ഇയർ ആണ്? 10 ഇയർ ആണ്. അപ്പോൾ ഇയറിലോട്ട് മാറ്റാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പെർസെൻറ്റേജിലാണ് സ്ട്രെയിറ്റ് ലൈൻ തന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 100/that% ചെയ്താൽ മതി. 100/5 or 100/20, 100/30 എത്ര പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത് ചെയ്താൽ നിങ്ങൾക്ക് ആ പെർസെൻറ്റേജിന് ഇയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെ 10 ഇയർ ആണ് വരുന്നത്. 3000 - 0/10 എത്ര വരുന്നത്? 300 per annum ആണ്. ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ വരുന്നത് എത്രയാണ്? 300 ആണ്. ബട്ട് നമുക്കിവിടെ ഒരു വർഷത്തല്ലേ കാണേണ്ടത്, 11 മന്ത്സിലെയാണ്. സോ 11 മന്ത്സിലെ കാണാൻ എന്ത് ചെയ്താൽ മതി? 300 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 300 ഇൻറ്റു 11/12 ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? സോ 300 ഇൻറ്റു 11/12 ചെയ്യുന്ന സമയത്ത് 300 ഇൻറ്റു 11/12 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 275 ആണ്. സോ 2012 ഡിപ്രിസിയേഷൻ വരുന്നത് 275 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യാരിങ് എമൗണ്ട് എത്ര കിട്ടുന്നത്? 3000 - 275. 3000 - 275 ഈക്വൽ ടു 2725 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് 2012 കിട്ടി. ഇനി നെക്സ്റ്റ് ഇയർ വരുന്നത് ഏതാണ്? 13 ആയിരുന്നു അല്ലേ? സോ എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ നമുക്കൊരു എളുപ്പത്തിലുള്ളൊരു മെത്തേഡ് ചൂസ് ചെയ്യാം. നമ്മളുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ് 2015 ആയിരുന്നു. ജനുവരി 15 ക്യാരിങ് എമൗണ്ട് ആണ് നമുക്ക് തൽക്കാലം കാണേണ്ടത് അല്ലേ? സോ ഇവിടെ നേരെ നമുക്ക് എന്ത് ചെയ്യാം? 1 ജനുവരി 2015 പോവുക. അപ്പോൾ 1 ജനുവരി 2015 ക്യാരിങ് എമൗണ്ട് കാണാൻ 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ ഇയർ ഉണ്ട്? 13ഉം 14ഉം 2 ഇയർ ഉണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലുള്ള പ്രത്യേകത എന്താ? എല്ലാ വർഷത്തെ ഡിപ്രിസിയേഷനും ഈക്വൽ ആയിരിക്കും. 300 ആണ് ഒരു വർഷത്തെ. അപ്പോൾ ഇവിടെ 2 ഇയർ അല്ലേ വരുന്നത്. അപ്പോൾ 2 ഇയറിലെ ഡിപ്രിസിയേഷൻ, ദാറ്റ് മീൻസ് 2 ഇയറിലെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഓരോ വർഷവും ചെയ്യാതെ നേരിട്ട് 2 വർഷത്തെ ഒരുമിച്ച് ചെയ്യാണ്. ഒരു വർഷത്തെ 300 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഇയറിൽ എത്ര വരുന്നത്? 600 ആണ്. അപ്പോൾ ഈ 600 ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാരിങ് എമൗണ്ട് കിട്ടുന്നത് എത്രയാണ്? 2725 മൈനസ് 600 എത്ര കിട്ടുന്നത്? 2125 ആണ്. എത്രയായിരുന്നു? 2125. സോ നമ്മളുടെ ഇയറിൻ്റെ ഓപ്പണിങ്ങിലെ ക്യാരിങ് എമൗണ്ട് കിട്ടിയിട്ടുണ്ട് 2125 ആണ്.
കാൽക്കുലേഷൻ ഒന്നുകൂടി കൺഫേം ആക്കുകയാണ്. 2125 ആണ് ക്യാരിങ് എമൗണ്ട് കിട്ടിയിട്ടുള്ളത്. സോ ഇയറിൻ്റെ ഓപ്പണിങ്ങിൽ കിട്ടി. ഇനി നമുക്ക് ഏത് ഡേറ്റിലേക്ക് കാണേണ്ടത്? നമുക്ക് ഡിസ്പോസൽ ഡേറ്റിലെ കാണാം. നമ്മുടെ ഡിസ്പോസൽ ഡേറ്റ് ഏതായിരുന്നു? 31st July 2015 ആണ്. സോ ഇവിടെ എത്ര മന്ത്സ് ഡിപ്രിസിയേഷനും കൂടെ ലെസ് ചെയ്യണം? ഒരു 7 month ഡിപ്രിസിയേഷനും കൂടെ ലെസ് ചെയ്യണം. സോ ഒരു 7 month ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? ലെസ് ചെയ്യേണ്ടതുണ്ട്. 7 month ഡിപ്രിസിയേഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? 300 × 7/12 ചെയ്താൽ മതി. എത്ര ചെയ്താൽ മതി? 300 × 7/12 അല്ലേ? സോ 300 × 7, 300 ഒരു വർഷത്തെയാണ്. 7 മാസത്തെ കിട്ടാൻ 300 × 7/12 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 175 ആണ് കിട്ടുന്നത്. സോ ഡിസ്പോസൽ ഡേറ്റ് ആയ 31st July 2015 ക്യാരിങ് എമൗണ്ട് എന്ന് പറയുന്നത് 2125 - 175 ആണ്. എത്ര കിട്ടുന്നത്? 1950. സോ ഇവിടെ ക്യാരിങ് എമൗണ്ട് അറ്റ് 31st July 2015 കിട്ടുന്നത് 1950 ആണ്. ക്ലിയർ അല്ലേ? സോ 7 മാസത്തെ ഡിപ്രിസിയേഷൻ ആണ് ലെസ് ചെയ്തത്. ഒരു വർഷത്തെ 300 അല്ലേ? സോ 7 മാസത്തെ 300 × 7/12 ആണ്. സോ 1950 ആണ് ക്യാരിങ് എമൗണ്ട് കിട്ടുന്നത്. സോ നമ്മൾ വിറ്റത് 2000-നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. 1950 ക്യാരിങ് എമൗണ്ട്, 1950 ക്യാരിങ് എമൗണ്ട് വരുന്ന ഒരു അസറ്റ് നമ്മൾ എത്രക്കാണ് സെയിൽ ചെയ്തത്? 2000-നാണ് സെയിൽ ചെയ്തത്. സോ സെയിൽസ് പ്രൊസീഡ്സ് 2000 ആയിരുന്നു. ക്യാരിങ് എമൗണ്ട് വരുന്ന എത്രയായിരുന്നു? 1950 ആയിരുന്നു. സോ ഇവിടെ 2000 - 1950 50 ആണ്. പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? സോ ഇവിടെ SOPL നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ എന്ന് പറയുന്നത് 50 ആണ്. ജസ്റ്റ് കാൽക്കുലേഷൻ ഒന്നും കൂടെ കൺഫേം ചെയ്യുന്നുണ്ട്. 2125 - 175 1950. ക്യാരിങ് എമൗണ്ട് 1950 ആണ്. സെയിൽസ് പ്രൊസീഡ്സ് 2000 ആണ്. സോ 1950 ക്യാരിങ് എമൗണ്ട് വരുന്ന അസറ്റ് നമ്മൾ 2000-ന് വിറ്റു. നമ്മളുടെ അവരുടെ ലാഭം എന്ന് പറയുന്നത് 50 ആണ്. സോ SOPL-ലോട്ട് ആക്ച്വലി ചാർജ് അല്ല ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. സോ SOPL-ൽ റെക്കോർഡ് ചെയ്യേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ നമ്മൾ കറണ്ട് ഇയറിൻ്റെ SOPL-ൽ എല്ലാവരും ശ്രദ്ധിക്കുക. കറണ്ട് ഇയറിൻ്റെ SOPL-ൽ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ താഴെ പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ എന്ന് പറഞ്ഞ് നമ്മൾ എത്ര റെക്കോർഡ് ചെയ്യണം? 50 റെക്കോർഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? സംശയമല്ലല്ലോ. ഇനി ഒരു എക്സ്ട്രാ കാര്യം എന്നുള്ള നിരക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഞാനതിൻ്റെ ജേണൽ എൻട്രി ഒന്ന് പറഞ്ഞു തരാം. ക്ലിയർ ആണ്? കൺഫ്യൂഷൻ ആവരുത്, നേരെ ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഇതിൻ്റെ ജേണൽ എൻട്രി പറഞ്ഞുതരാം. നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിമൂവ് നോൺ കറണ്ട് അസറ്റ് അക്കൗണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, എപ്പോഴും ഒരു PPE അതിൻ്റെ ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റിലായിരിക്കും. ക്ലിയർ ആണ്? സോ PPE ഓൾറെഡി അതിൻ്റെ ലെഡ്ജറിൽ കോസ്റ്റിലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു PPEയുടെ ലെഡ്ജർ വരക്കുകയാണെങ്കിൽ അത് ഓൾറെഡി അതിൻ്റെ കോസ്റ്റ് എന്താണോ ആ കോസ്റ്റ് ആയിരിക്കും അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കുക. ഡെബിറ്റ് സൈഡിൽ എത്രയായിരുന്നു കോസ്റ്റ് വരുന്നത്? കോസ്റ്റ് വരുന്നത് 3000 ആയിരുന്നു. PPEയുടെ കോസ്റ്റ് വരുന്നത് 3000 ആയിരുന്നു. ക്ലിയർ അല്ലേ? സോ ഇത് ഒഴിവാക്കണം. ഇത് ഓൾറെഡി ഡെബിറ്റ് അല്ലേ? അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് PPE എത്ര വരുന്നത്? 3000. ഇനി എല്ലാതും ഒഴിവാക്കുന്നത് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ കാണാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്? ഒരു ഡിസ്പോസൽ അക്കൗണ്ട് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ PPEയുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, അവിടുന്ന് ഒഴിവാക്കണം. എന്നിട്ട് നേരെ അത് ഏത് അക്കൗണ്ടിലോട്ട് മാറ്റണം? ഡിസ്പോസൽ അക്കൗണ്ടിലോട്ട് മാറ്റണം. സോ ഇവിടെ ക്രെഡിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് എവിടേക്കായിരിക്കും? ഡെബിറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് 3000. സോ ഡിസ്പോസൽ അക്കൗണ്ടിൽ 3000 ഡെബിറ്റ് ചെയ്യണം. PPEയുടെ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ 3000 എഴുതി. അവിടെ ഡെബിറ്റും ക്രെഡിറ്റും ക്യാൻസൽ ആയിപ്പോയി, 0 ആയിപ്പോയി. സോ PPE നമ്മൾ എന്ത് ചെയ്തു? PPE നമ്മൾ ക്ലോസ് ചെയ്തു, അക്കൗണ്ട് ക്ലോസ് ചെയ്തു. നേരെ ശ്രദ്ധിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
റിമൂവ് എക്സിസ്റ്റിംഗ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. റിമൂവ് എക്സിസ്റ്റിംഗ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. ഈ അസറ്റിന് ഇതുവരെ എത്ര അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഉണ്ട് നോക്കാം. നമ്മളിത് എന്ന് വാങ്ങിയതാണ്? 2012 വാങ്ങിയതാണ്. നമ്മളിവിടെ ചെയ്തതല്ലേ. 2012 എത്രയായിരുന്നു ഡിപ്രിസിയേഷൻ വരുന്നത്? ഒരു 11 months ഒരു 275 വരുന്നുണ്ട് അല്ലേ. സോ ഒരു 275 വരുന്നുണ്ട്. 275 വരുന്നുണ്ട്. പ്ലസ് എത്ര വരുന്നുണ്ട്? ഒരു വർഷത്തെ 300, 2 വർഷത്തെ 600 വരുന്നുണ്ട്. സോ ഒരു 600 എന്ത് ചെയ്തു? ആഡ് ചെയ്തു. പ്ലസ് നമ്മളുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആയ 15 എന്ത് വരുന്നുണ്ട്? ഒരു 7 months വരുന്നുണ്ട്. സോ 175. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഉള്ളത്. സോ എത്ര വരുന്നുണ്ട്? ഒരു 175 വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ ഇവിടെ എത്ര വരുന്നുണ്ട് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ടോട്ടൽ ചെയ്യുന്ന സമയത്ത്? 275 പ്ലസ് 600 പ്ലസ് 175 ചെയ്യുമ്പോൾ നമുക്കിവിടെ 1050 കിട്ടുന്നുണ്ട്. ക്ലിയർ ആണോ? സോ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ വരുന്നത് 1050 ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ്റെ ഒരു ടി അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഉള്ളത് നേരെ ശ്രദ്ധിക്കുക. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എലമെന്റ് വരുന്നത് കോൺട്രാ അസറ്റ് ആണ്. ഒരു അസറ്റിനെ ഡിഡക്ട് ചെയ്യുന്ന അക്കൗണ്ട് ആണ്. അസറ്റിന്റെ ബാലൻസ് ഡെബിറ്റ് അല്ലേ. സോ അതിനെ ഡിഡക്ട് ചെയ്യുന്ന അക്കൗണ്ടിന്റെ ബാലൻസ് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. നേരെ ശ്രദ്ധിക്കുക. നമ്മൾ 5 എലമെന്റ്സ് പഠിച്ചിട്ടില്ല, അസറ്റ്, ഇക്വിറ്റി, ലയബിലിറ്റി. അതുപോലെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന അക്കൗണ്ടിന്റെ എലമെന്റ് വരുന്നത് കോൺട്രാ അസറ്റ് ആണ്. ഒരു അസറ്റിനെ ഡിഡക്ട് ചെയ്യുന്ന അക്കൗണ്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ SOFPയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാറ്? കോസ്റ്റിൽ നിന്ന് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തിട്ടല്ലേ ക്യാരിങ് എമൗണ്ട് കാണുന്നത്. അവിടെ അസറ്റിന്റെ കോസ്റ്റിനെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഡിഡക്ട് ചെയ്യുന്നില്ലേ. ദാറ്റ് മീൻസ് അസറ്റിനെ കുറക്കുന്ന അക്കൗണ്ട് ആണ്. സോ അസറ്റിന്റെ ബാലൻസ് ഡെബിറ്റ് അല്ലേ. സോ അതിനെ കുറക്കുന്ന അക്കൗണ്ടിന്റെ ബാലൻസ് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. സോ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എലമെന്റ് കോൺട്രാ അസറ്റ്, ബാലൻസ് എന്താണ്? ക്രെഡിറ്റ് ആണ്. സോ അതിന്റെ കറന്റ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എത്ര ഉണ്ടായിരിക്കും? 1050 ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? 1050. ഇതിനെ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. സോ ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ എന്തായിരിക്കും എൻട്രി വരുന്നത്? ഡെബിറ്റ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 1050 വരും. ക്രെഡിറ്റ് എന്ത് വരും? നമ്മളെല്ലാതും എങ്ങോട്ടാണ് മാറ്റുന്നത്? ഡിസ്പോസൽ അക്കൗണ്ടിലോട്ടായിരുന്നു. ഡിസ്പോസൽ അക്കൗണ്ട് എത്ര വരുന്നത്? 1050 ആയിരുന്നു. സോ ഡിസ്പോസൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് നേരെ ഡിസ്പോസൽ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഇനി തേർഡ് ഒരു എൻട്രിയും കൂടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് തേർഡ് എൻട്രി ഇവിടെ എഴുതുന്നുണ്ട്. റെക്കോർഡ് ക്യാഷ് പ്രൊസീഡ്സ്. നമുക്ക് കിട്ടിയ ക്യാഷ് പ്രൊസീഡ്സ് എന്ത് ചെയ്യണം? നമ്മൾ റെക്കോർഡ് ചെയ്യണം. എത്രയാണ് നമുക്ക് ക്യാഷ് പ്രൊസീഡ്സ് കിട്ടിയത്? 2000 അല്ലേ. സെയിൽസ് പ്രൊസീഡ്സ് കിട്ടിയത് 2000. അപ്പോൾ ക്യാഷ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എവിടെ അക്കൗണ്ട് ചെയ്യണം? ഡെബിറ്റ് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷിന്റെ ലെഡ്ജർ ഞാൻ വരക്കുന്നില്ല, നമുക്കിവിടെ റെലവെന്റ് അല്ല. ക്യാഷ് അറ്റ് ബാങ്ക് 2000 ആണ്. ക്രെഡിറ്റ് ആൾവേസ് എവിടെയായിരിക്കും? ഡിസ്പോസലിലോട്ട് മാറ്റണം. ക്രെഡിറ്റ് എന്തായിരിക്കും? ഡിസ്പോസൽ അക്കൗണ്ട് 2000. ഡിസ്പോസൽ അക്കൗണ്ടിന് എലമെന്റ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് അത് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ കാണാൻ വേണ്ടി മാത്രം കണ്ടെത്തുന്നതാണ്. സോ ഡിസ്പോസൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ 2000 വരും. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലെഡ്ജർ ക്ലോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടുന്നത്. നേരെ ശ്രദ്ധിക്കുക. ഡെബിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വരികയാണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വരികയാണെങ്കിൽ എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ക്ലിയർ ആണോ? സോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ രണ്ട് സൈഡും കമ്പയർ ചെയ്യുക. എങ്ങനെ ക്ലോസ് ചെയ്യാറുള്ളത്? ഗ്രേറ്റർ സൈഡ് കണ്ടെത്തണം. ഗ്രേറ്റർ സൈഡ് ഇവിടെ ക്രെഡിറ്റ് സൈഡ് ആയിരുന്നു. എത്രയായിരുന്നു ക്രെഡിറ്റ് സൈഡ്? 3050 ആണ്. സോ സെയിം ബാലൻസ് തന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇവിടെ ഒരു ബാലൻസിങ് ഫിഗർ വരുന്നുണ്ട്. ബാലൻസിങ് ഫിഗർ എന്താണ് വരുന്നത്? 50 ആണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഡെബിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വന്നപ്പോൾ അതെന്തായിരുന്നു? പ്രോഫിറ്റ് ആയിരുന്നു അല്ലേ. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്? ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ അല്ലേ. മാജിക് അല്ലേ. ഇവിടെയും 50 കിട്ടി. സെയിം ബാലൻസ് നമ്മൾ ലെഡ്ജറിലും കണ്ടെത്തി. എത്രയാണ്? 50 ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതായിരുന്നു നമ്മളുടെ ഡിസ്പോസൽ ത്രൂ ക്യാഷ് പ്രൊസീഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്. ക്ലിയർ ആണോ? സോ നമ്മളിവിടെ ക്വസ്റ്റ്യന് SOFPയിൽ ഇനി അസറ്റ് റെക്കഗ്നൈസ് ചെയ്യില്ല, അത് അവിടെ നിന്ന് റെക്കഗ്നൈസ് ചെയ്യണം. സോ SOFPയിൽ ഇനി അസറ്റ് എഴുതില്ല. ബട്ട് SOPയിൽ ഇത് വിൽക്കുമ്പോൾ നമുക്കുണ്ടായ ലാഭം നഷ്ടവും എത്രയാണോ അത് റെക്കോർഡ് ചെയ്യണം. ഇവിടെ ലാഭമായിരുന്നു. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ കാണാനുള്ള ഇക്വേഷൻ ആയിരുന്നു സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് ക്യാരിങ് എമൗണ്ട് അറ്റ് ഡേറ്റ് ഓഫ് ഡിസ്പോസൽ. ആ കിട്ടുന്ന വാല്യൂ SOPയിൽ ഗ്രോസ് പ്രോഫിറ്റിന്റെ താഴെ റെക്കോർഡ് ചെയ്യണം.
അതുപോലെ നമ്മൾ ജേണൽ എൻട്രി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് റിമൂവ് നോൺ കറന്റ് അസറ്റ് അക്കൗണ്ട് ആയിരുന്നു. അസറ്റിന്റെ ബാലൻസ് ഡെബിറ്റ് ആണ്, അത് ഒഴിവാക്കണമെങ്കിൽ ക്രെഡിറ്റ് നോൺ കറന്റ് അസറ്റ് അക്കൗണ്ട്, ഡെബിറ്റ് ആൾവേസ് ഡിസ്പോസലിലോട്ട് പോകുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിമൂവ് എക്സിസ്റ്റിംഗ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ആണ്. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷന്റെ ബാലൻസ് ക്രെഡിറ്റ് ആണ്, അത് ഒഴിവാക്കണമെങ്കിൽ ഡെബിറ്റ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട്, ക്രെഡിറ്റ് ആൾവേസ് ഡിസ്പോസലിലോട്ട് പോകുക. സ്റ്റെപ്പ് 3 എന്തായിരുന്നു? റെക്കോർഡ് ക്യാഷ് പ്രൊസീഡ്സ്, ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് എന്തായിരുന്നു? ക്രെഡിറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. അങ്ങനെ ലെഡ്ജർ ക്ലോസ് ചെയ്യുക. ഗ്രേറ്റർ സൈഡ് നോക്കുക, സെയിം ബാലൻസ് രണ്ട് സൈഡിലും എഴുതുക. ഡെബിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വരുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആണ്, ക്രെഡിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വരുന്നുണ്ടെങ്കിൽ ലോസ് ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇതായിരുന്നു നമ്മളുടെ ഡിസ്പോസൽ ഓഫ് PP ത്രൂ ക്യാഷ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്പോസൽ ത്രൂ എക്സ്ചേഞ്ച് ആണ്. അസറ്റ് വിൽക്കുമ്പോൾ ക്യാഷ് അല്ല കിട്ടുന്നത്, പകരം നമ്മൾ മറ്റൊരു അസറ്റാണ്. അപ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ നമുക്ക് ഓഫർ വരുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഫ്രിഡ്ജ് നമ്മൾ കൊടുത്തിട്ട് പകരം മറ്റൊരു പുതിയ ഫ്രിഡ്ജ് മേടിക്കില്ലേ? അപ്പോൾ നമ്മളുടെ കൊടുക്കുന്ന അസറ്റിന് ഒരു എക്സ്ചേഞ്ച് വാല്യൂ കണ്ടിട്ട് അത് നമ്മൾ പുതിയതായി വാങ്ങിക്കുന്ന അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് കുറക്കാറാണ് ചെയ്യാറ്. ഇതിനാണ് നമ്മൾ ഡിസ്പോസൽ ത്രൂ പാർട്ട് എക്സ്ചേഞ്ച് എന്ന് പറയാറുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്പോസൽ ത്രൂ പാർട്ട് എക്സ്ചേഞ്ച് അഗ്രിമെന്റ് ആണ്. ശ്രദ്ധിക്കും, എങ്ങനെയാണ് ഡിസ്പോസൽ ത്രൂ പാർട്ട് എക്സ്ചേഞ്ച് അഗ്രിമെന്റ്? എക്സ്ട്രാ അഡീഷണൽ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. എന്താണ് ആ ചേഞ്ച് എന്നുള്ളത് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞല്ലോ SOFPയിൽ ഇനി എന്ത് ചെയ്യില്ല, ഈ അസറ്റ് എന്ത് ചെയ്യില്ല, റെക്കഗ്നൈസ് ചെയ്യില്ല. ഈ അസറ്റ് വിറ്റു, പകരം പുതിയ അസറ്റാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വാങ്ങിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ ഈ അസറ്റ് നമ്മൾ എന്ത് ചെയ്യില്ല, ഇനി ഉപയോഗിക്കില്ല, നമ്മൾ പുതിയ അസറ്റാണ്. സോ ഈ കറന്റ് വിറ്റ അസറ്റ് എന്തായിരിക്കും, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. എന്നിട്ട് പുതുതായിട്ട് വാങ്ങിയ അസറ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റീപ്ലേസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ SOFPയിൽ PPയിൽ നമ്മളുടെ ഓൾഡ് അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഓൾഡ് അസറ്റിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. ന്യൂ അസറ്റ് ആയിരിക്കും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? SOPLിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, SOPLിലോട്ട് വരുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റിന്റെ താഴെ വിൽക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ, പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ. പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യും. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഒറ്റ ചേഞ്ചേ വരുന്നുള്ളൂ. എന്താണ് ചേഞ്ച് എന്നുള്ളത് പറഞ്ഞുതരാം. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ വരുന്നത്, സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് ക്യാരിങ് എമൗണ്ട് അറ്റ് ഡേറ്റ് ഓഫ് ഡിസ്പോസൽ ആയിരുന്നു അല്ലേ? സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് ക്യാരിങ് എമൗണ്ട് അറ്റ് ഡേറ്റ് ഓഫ് ഡിസ്പോസൽ ആയിരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ക്യാരിങ് എമൗണ്ട് അറ്റ് ഡേറ്റ് ഓഫ് ഡിസ്പോസൽ ആൾവേസ് നമ്മൾ കണ്ടെത്തണം. അത് കോസ്റ്റിൽ നിന്ന് വിൽക്കുന്ന ഡേറ്റ് വരെയുള്ള ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ മതി. ഇവിടെ സെയിൽസ് പ്രൊസീഡ്സ്, നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ പ്രൊസീഡ്സ് കിട്ടുന്നില്ല, ക്യാഷ് കിട്ടുന്നില്ല, പകരം നമുക്കൊരു എക്സ്ചേഞ്ച് വാല്യൂ ആണ് കിട്ടുന്നത്. പുതുതായിട്ട് ഇപ്പൊ നമ്മളുടെ കയ്യിലുള്ള ഫ്രിഡ്ജ് വിൽക്കുകയാണ്. ഇപ്പൊ സാംസങ്ങിന്റെ എൻ്റെ ഒരു പഴയ ഫ്രിഡ്ജ് ഉണ്ട്, അത് വിൽക്കുകയാണ്. അത് വിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഹോം അപ്ലയൻസസ് ഷോപ്പ്, ഇപ്പോൾ നമുക്ക് നന്ദിലത്ത് പറയാം അല്ലെങ്കിൽ മൈജി പറയാം, ഒരു 2000 ആണ് നമുക്ക് എന്ത് തന്നത്, എക്സ്ചേഞ്ച് വാല്യൂ തന്നത്. നമ്മൾ തിരിച്ചു വാങ്ങുന്നതിന് 25,000. അപ്പൊ നമ്മൾ 25,000 ആ 2000 ഡിഡക്ട് ചെയ്തിട്ട് 23,000 അല്ലേ അവർക്ക് നൽകുള്ളൂ. ബാക്കി നൽകിയാൽ പോരെ, ഒരു പാർട്ട് എമൗണ്ട് നമുക്ക് എക്സ്ചേഞ്ച് അലവൻസ് ആയി കിട്ടുകയാണ്. അപ്പൊ ആ കിട്ടുന്ന എക്സ്ചേഞ്ച് വാല്യൂ ഇല്ലേ, അതാണ് നമ്മൾ സെയിൽസ് പ്രൊസീഡ്സ് ആയിട്ട് ഇവിടെ എടുക്കേണ്ടത്. വെരി ഇമ്പോർട്ടൻറ്റ്, നേരെ ശ്രദ്ധിക്കുക. അസറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഓൾഡ് അസറ്റിന് എന്താണോ അവർ എക്സ്ചേഞ്ച് വാല്യൂ കാണുന്നത്, അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, സെയിൽസ് പ്രൊസീഡ്സ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ സെയിൽസ് പ്രൊസീഡ്സ് ആയിട്ട് എടുക്കേണ്ടത് നമുക്ക് കിട്ടുന്ന എക്സ്ചേഞ്ച് അലവൻസ് ആണ്. കാരണം നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നില്ല, ക്യാഷ് പ്രൊസീഡ്സ് കിട്ടുന്നില്ല. ഇതായിരുന്നു നമ്മളുടെ ഡിസ്പോസൽ ത്രൂ പാർട്ട് എക്സ്ചേഞ്ച് വരുന്ന സമയത്തുള്ള ഇക്വേഷൻ വരുന്നത്. സെയിം ഇക്വേഷൻ ആണ്, സെയിൽസ് പ്രൊസീഡ്സിന് പകരം എന്തെടുക്കുന്നു എന്ന് മാത്രം, എക്സ്ചേഞ്ച് അലവൻസ് എടുക്കുന്നു എന്ന് മാത്രം. സോ നേരെ ശ്രദ്ധിക്കുക, നമുക്ക് വേഗം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ കാണാനാണ്. ക്വസ്റ്റ്യൻ്റെ റിക്വയർമെന്റ് നോക്കാം. ഇവിടെ ഫിനാൻഷ്യൽ ഇയർ തന്നിട്ടില്ല. ഓക്കെ, നമുക്ക് കണ്ടെത്താം. എ ബിസിനസ് ആസ് എൻ അക്കൗണ്ടിങ് ഇയർ എൻഡ് ഓഫ് 31st March. അക്കൗണ്ടിങ് ഇയർ എൻഡ് പറയുന്നുണ്ട്, ഏത് ഇയറാന്ന് പറയുന്നില്ല. 31st March ആണ് ഇയറിന്റെ എൻഡ്. ഓക്കെ, ഇറ്റ് പർച്ചേസ്ഡ് എ ട്രാക്ക് ഓൺ 1st April 2000. ട്രക്ക് എന്ന് പറയുന്നത് ട്രക്ക് എന്ന് പറയുന്നത് 1st April 2013 ആണ്. അതിന്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 21,000 ആണ്, ഇൻക്ലൂഡിങ് 1,000 ഫോർ 1 year ഓഫ് ഇൻഷുറൻസ് കവർ. ഇൻഷുറൻസ് കവർ ഒരു എക്സ്ട്രാ ഈ 21,000 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് FAയിൽ നമ്മളുടെ PPയിൽ ഒരു അഡീഷണൽ കാര്യമാണ്. അത് ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അറ്റ് ദി ഡേറ്റ് ഓഫ് പർച്ചേസ് ദ ട്രക്ക് ഹാഡ് ആൻ എസ്റ്റിമേറ്റ് യൂസ്ഫുൾ ലൈഫ് ഓഫ്, ട്രക്കിന്റെ യൂസ്ഫുൾ ലൈഫ് 8 years ആണ്. റെസിജ്വൽ വാല്യൂ 3,000 ആണ്. ട്രക്ക് വാസ് ട്രേഡഡ് ഇൻ ഫോർ റീപ്ലേസ്മെന്റ് വെഹിക്കിൾ ഓൺ 31st March 2018. അപ്പോൾ 2018 ഇത് വിൽക്കുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത് എല്ലാവരും നോട്ട് ചെയ്യുക, 31st March 2018 ആണ്.
അപ്പോൾ ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ് എന്തായിരിക്കും? 1st April 2017 ആയിരിക്കും. ഇതാണ് നമ്മൾ മാർച്ച് കഴിഞ്ഞിട്ടുള്ള മന്ത് ഏത്? ഏപ്രിൽ. അതായിരിക്കും സ്റ്റാർട്ടിങ്. 1st April 2017 to 31st March 2018 ആണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. ക്ലിയർ അല്ല എല്ലാവർക്കും? സോ ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഈ 31st March 18 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അസറ്റ് നമ്മൾ വിൽക്കുന്നത്. സോ ഈ ഡേറ്റിൽ നമ്മളുടെ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ കാണണം. ക്ലിയർ അല്ലേ? സോ ഇവിടെ ട്രക്കിൻ്റെ അഗ്രീഡ് വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് എക്സ്ചേഞ്ച് വാല്യൂ? എക്സ്ചേഞ്ച് വാല്യൂ 10,000 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ എക്സ്ചേഞ്ച് വാല്യൂ ആണ് നമ്മൾ സെയിൽസ് പ്രൊസീഡ്സ് ആയിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസലിൻ്റെ ഇക്വേഷനോട്ട് പോകാം. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ ഈക്വൽ ടു സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് ക്യാരിങ് എമൗണ്ട് അറ്റ് ഡേറ്റ് ഓഫ് ഡിസ്പോസൽ ആണ്. ഇവിടെ ഓൾറെഡി സെയിൽസ് പ്രൊസീഡ്സ് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പാർട്ട് എക്സ്ചേഞ്ച് അലവൻസ് ആണ് ഇവിടെ സെയിൽസ് പ്രൊസീഡ്സ് ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ അഗ്രീഡ് വാല്യുവേഷൻ എത്രയാണ്? 10,000 ആണ്. ദാറ്റ് മീൻസ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഓൾഡ് അസറ്റിന് അവർ കണ്ട വാല്യുവേഷൻ 10,000 ആണ്. സോ സെയിൽസ് പ്രൊസീഡ്സ് ഡയറക്ട്ലി 10,000 ആയിട്ട് എടുത്തു. നെക്സ്റ്റ് നമുക്ക് എന്ത് കാണണം? ക്യാരിങ് എമൗണ്ട് കാണണം. ക്യാരിങ് എമൗണ്ട് കാണാൻ ജസ്റ്റ് നമ്മൾ എന്നാണ് ഈ അസറ്റ് വാങ്ങിക്കുന്നത്? ഈ അസറ്റ് വാങ്ങിക്കുന്നത് നമ്മൾ 1st April 2013 ആണ്. 1st April 2013 ആണ്. ബട്ട് നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത് 1st April 17 ആണ്. നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത് 1st April 17 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് വരുന്നത് 31st March 18 ആണ്. സോ 1st April 13 ഈ അസറ്റിന്റെ കോസ്റ്റ് വരുന്നത് എത്രയായിരുന്നു? കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, 21,000 ഇൻക്ലൂഡിങ് 1,000 എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ FL പഠിക്കുന്നുണ്ട് പി പിയുടെ ഇനീഷ്യൽ കോസ്റ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് IAS 16 പറയുന്നുണ്ട്. ആൾ ദി കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ബ്രിങ്ങിങ് ദി അസറ്റ് ഇൻ ടു വർക്കിംഗ് കണ്ടീഷൻ. വർക്കിംഗ് കണ്ടീഷനിലോട്ട് എത്തിക്കുന്നത് വരെയുള്ള കോസ്റ്റാണ്. സോ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഓൾറെഡി അസറ്റ് വർക്കിംഗ് കണ്ടീഷനിലോട്ട് എത്തിയതിന് ശേഷം നമ്മളൊരു 1 year പ്രൊട്ടക്ഷന് വേണ്ടി എടുക്കുന്നതാണ്. അസറ്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഒരു വർക്കിംഗ് കണ്ടീഷനിലോട്ട് എത്തിയതിന് ശേഷം വരുന്നതാണ് ഇൻഷുറൻസ്. അതുകൊണ്ട് ആ ഇൻഷുറൻസ് എടുക്കരുത്, എക്സ്ക്ലൂഡ് ചെയ്യണം. അസറ്റിന്റെ കോസ്റ്റ് എത്രയാണ്? 1,000 ആണ്. സോ അസറ്റ് 1,000 ഒഴിവാക്കണം. എന്നിട്ട് അസറ്റിന്റെ കോസ്റ്റ് എത്രയാണ്? 21,000 ഒഴിവാക്കി കഴിഞ്ഞാൽ അസറ്റിന്റെ കോസ്റ്റ് വരുന്നത് 20,000 ആണ്. അസറ്റിന്റെ കോസ്റ്റ് വരുന്നത് 20,000 ആണ്. നമുക്കിവിടെ ഡിപ്രിഷിയേറ്റ് ചെയ്യണം. എത്ര ഇയർ ഡിപ്രിഷിയേറ്റ് ചെയ്യണം? 13 to 17 വരെ അല്ലേ? 13 to 14, 14 to 15, 15 to 16, 16 to 17. 4 ഇയർ എന്ത് ചെയ്യേണ്ടത്? ഡിപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം, 13 to 14, 14 to 15, 15 to 16, 16 to 17. ഇങ്ങനെ 4 വർഷമാണ് നമുക്ക് ഡിപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. എന്തിന്? കറന്റ് ഇയറിന്റെ ഓപ്പണിംഗിലെ ക്യാരിങ് എമൗണ്ട് കിട്ടാൻ. അപ്പൊ നമുക്കിവിടെ ഒരു 4 ഇയറിന്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? ലെസ് ചെയ്യേണ്ടതുണ്ട്. സോ 1 വർഷത്തെ ഡിപ്രിസിയേഷൻ കാണാം. എങ്ങനെയാണ് 1 വർഷത്തെ ഡിപ്രിസിയേഷൻ കാണാം? ഇവിടെ എന്ത് മെത്തേഡായിരുന്നു? നമ്മളിവിടെ പറഞ്ഞല്ലോ, സ്ട്രെയിറ്റ് ലൈൻ ബേസിസ് ആയിരുന്നു. എന്തായിരുന്നു? കോസ്റ്റ് മൈനസ് റെസിജ്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ആണ്. കോസ്റ്റ് വരുന്നത് 20,000 ആണ്. അസറ്റിന്റെ റെസിജ്വൽ വാല്യൂ ഇവിടെ പറയുന്നുണ്ടല്ലോ, റെസിജ്വൽ വാല്യൂ 3,000 ആണ്. സോ റെസിജ്വൽ വാല്യൂ ഈക്വൽ ടു 3,000. സോ നമ്മളുടെ ഡിപ്രിസിയേഷൻ വരുന്നത് എത്രയാണ്? 17,000 പെർ ആനം ആണ്. എത്രയാണ്? 17,000 പെർ ആനം. 1 വർഷത്തേത് 17,000. ക്ലിയർ അല്ലേ? അപ്പൊ 4 ഇയർ ഉള്ളത് എത്ര വരും? സോറി ഇവിടെ ഇക്വേഷനിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ഫുൾ എഴുതിയിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കുക, 17,000 ഒന്നും വരില്ല. കാരണം 20,000 അസറ്റ് ഒരിക്കലും 17,000 വരില്ല. ഇക്വേഷൻ ഫുൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കോസ്റ്റ് 20,000 ആയിരുന്നു. റെസിജ്വൽ വാല്യൂ 3,000 ആയിരുന്നു. യൂസ്ഫുൾ ലൈഫ് എത്ര ഇയർ ആയിരുന്നു? ഈ യൂസ്ഫുൾ ലൈഫ് ഇവിടെ വരുന്നത് 8 ഇയർ ആയിരുന്നു. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് 8 ഇയർ. സോ ഡിവൈഡഡ് ബൈ 8. സോ 17,000 ഡിവൈഡഡ് ബൈ 8. എത്രയാണ് 17,000 ഡിവൈഡഡ് ബൈ 8 കിട്ടുന്നത്? 17,000 ഡിവൈഡഡ് ബൈ 8 എത്രയാണ്? 2125 ആണ്. 2125 പെർ ആനം. 1 വർഷത്തെ ഡിപ്രിസിയേഷൻ വരുന്നത് 2125 ആണ്. സോ 4 വർഷത്തെ ഡിപ്രിസിയേഷൻ അപ്പോൾ വരുന്നത് എത്രയായിരിക്കും? 2125 ഇൻറ്റു 4 ചെയ്യുന്ന സമയത്ത് നമുക്ക് 8,500 ആണ് കിട്ടുന്നത്. 8,500 നമ്മൾ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. അപ്പോൾ കറണ്ട് ഇയറിന്റെ ഓപ്പണിംഗിലെ ക്യാരിങ് എമൗണ്ട് ശരിക്കും ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? 5 വർഷത്തെ ഡിപ്രിസിയേഷൻ. പക്ഷെ കറണ്ട് ഇയറിൽ മാത്രം അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. സോ 20,000 മൈനസ് 8,500 എത്ര കിട്ടുന്നത്? 11,500 ആണ് ക്യാരിങ് എമൗണ്ട് വരുന്നത്. അപ്പോൾ ഓപ്പണിംഗിലെ ക്യാരിങ് എമൗണ്ട് കിട്ടി. ഇനി ഈ ഇയറിലെ മാത്രം ഡിപ്രിസിയേഷൻ, 1 ഇയറിലെ ഡിപ്രിസിയേഷൻ എത്രയായിരുന്നു? 2125. അത് മാത്രം അങ്ങ് ലെസ് ചെയ്യാണ്. 2125 അങ്ങ് ലെസ് ചെയ്യുന്ന സമയത്ത്
11,500 മൈനസ് 2125 എത്ര കിട്ടുന്നത്? 9375. അപ്പോൾ ഡിസ്പോസൽ ഡേറ്റ് ആയ 31 മാർച്ച് 18 ക്യാരിങ് എമൗണ്ട് കിട്ടുന്നത് 9375 ആണ്. എത്രയാണ്? 9375 ആണ്. സോ ഇവിടെ നമുക്ക് ക്യാരിങ് എമൗണ്ട് കിട്ടി. എത്രയായിരുന്നു ക്യാരിങ് എമൗണ്ട്? 9375. ദാറ്റ് മീൻസ് 10,000 സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് 9375 കിട്ടുന്ന സമയത്ത് എത്രയാണ് കിട്ടുന്നത്? 625 ആണ്. സോ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ വരുന്ന എത്രയാണ്? 625 ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ നമ്മളുടെ ആൻസർ വരുന്നത് പ്ലസ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആണ്, മൈനസ് ആയിരുന്നുവെങ്കിൽ ലോസ് ആണ്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ഡിസ്പോസൽ ത്രൂ പാർട്ട് എക്സ്ചേഞ്ച് അലവൻസ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ജേണൽ എൻട്രി എഴുതി തരാം. നേരെ ശ്രദ്ധിക്കുക, ഇനി കൺഫ്യൂഷൻ ആവണ്ട. ജേണൽ എൻട്രി നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നേരെ ശ്രദ്ധിക്കണം. റിമൂവ് നോൺ കറണ്ട് അസറ്റ് എന്തിലായിരിക്കും? ഓൾവേസ് നോൺ കറണ്ട് അസറ്റ് കോസ്റ്റ് അക്കൗണ്ട്. ഈ അക്കൗണ്ട് ഓൾറെഡി എന്തിലായിരിക്കും? കോസ്റ്റിലായിരിക്കും. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? പി പിയുടെ ഒരു ലെഡ്ജർ വരക്കാം. പി പിയുടെ ലെഡ്ജറിൽ ഓൾറെഡി അസറ്റ് അല്ലേ, ബാലൻസ് ഡെബിറ്റ് ആയിരിക്കും. കോസ്റ്റ് എത്രയായിരുന്നു? 20,000 ആയിരുന്നു. പി പിയുടെ അക്കൗണ്ടിൽ ഓൾറെഡി 20,000 ആയിരുന്നു. ഇത് റിമൂവ് ചെയ്യണം. ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ക്രെഡിറ്റ് എന്ത് വരും? പി പി വരും. എന്നിട്ട് ആൾവേസ് എങ്ങോട്ടാണ് നമ്മൾ മാറ്റിയിരുന്നത്? ഡിസ്പോസൽ അക്കൗണ്ടിലോട്ടാണ്. എങ്ങോട്ടായിരുന്നു? ഡിസ്പോസൽ അക്കൗണ്ടിലോട്ട്. ഇവിടെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പോസൽ അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. സോ ഡെബിറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. എത്രയായിരുന്നു? 20,000 ആയിരുന്നു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? റിമൂവ് എക്സിസ്റ്റിംഗ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ്റെ അക്കൗണ്ട് ഇവിടെ വരക്കുന്നുണ്ട്. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഞാൻ പറഞ്ഞല്ലോ, എലമെന്റ് കോൺട്രാ അസറ്റ് ആണ്. അസറ്റിനെ ഡിഡക്ട് ചെയ്യുന്ന അക്കൗണ്ട് ആണ്. അസറ്റിന്റെ ബാലൻസ് ഡെബിറ്റ് ആണ്. സോ ഡിഡക്ട് ചെയ്യുന്ന അക്കൗണ്ടിന്റെ ബാലൻസ് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. സോ ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഓൾറെഡി ഉള്ളത്. സോ എത്ര അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഉണ്ട്? 5 വർഷം ഇല്ലേ? ഇവിടെ ഒരു 4 ഇയർ വരുന്നുണ്ട്, പിന്നെ ഒരു 1 ഇയർ വരുന്നുണ്ട്. സോ ടോട്ടൽ എത്ര വരുന്നുണ്ട്? ടോട്ടൽ ഇവിടെ 8,500 പ്ലസ് 2125 10,625. അതായത് ഒരു വർഷം 2125 ഇൻറ്റു 5 വർഷത്തേക്ക് 10,625. അപ്പോൾ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ വരുന്നത് 10,625. ബാലൻസ് ക്രെഡിറ്റ് ആണ്, ഡിഫോൾട്ട് ബാലൻസ്. ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രെഡിറ്റ്. സോ ഡെബിറ്റ് എവിടെയായിരുന്നു? അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ആയിരുന്നു. എത്രയായിരുന്നു? 10,625 ആണ്. ഇതിൻ്റെ ക്രെഡിറ്റ് അപ്പോൾ കൊടുക്കായിരിക്കും? ക്രെഡിറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. ഡിസ്പോസൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? 10,625. സോ ഇവിടെ എന്തായിരിക്കും? ക്രെഡിറ്റ് എന്തായിരിക്കും? 10,625. ക്ലിയർ അല്ലേ? തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? റെക്കോർഡ് ക്യാഷ് പ്രൊസീഡ്സ് ആയിരുന്നു അവിടെ. പക്ഷേ നമുക്ക് ഇവിടെ ക്യാഷ് അല്ല കിട്ടുന്നത്, പകരം പുതിയൊരു അസറ്റ് ആണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? സോ ആ അസറ്റിന്റെ വാല്യൂവിലാണ് നമുക്കൊരു ഡിഡക്ഷൻ കിട്ടുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കണം, പുതിയൊരു അസറ്റ് കിട്ടുന്ന കാരണം ഡെബിറ്റ് ക്യാഷ് അല്ല, ഡെബിറ്റ് പി പി ആണ്. പുതിയൊരു പി പി ആണ് കിട്ടുന്നത്. എത്രയായിരുന്നു വാല്യൂവേഷൻ അവർ കണ്ടത്? 10,000 ആയിരുന്നു വാല്യൂവേഷൻ കണ്ടത് അല്ലെ? അറ്റ് അഗ്രീഡ് വാല്യൂവേഷൻ ഓഫ് 10,000 ആയിരുന്നു. സോ ഡെബിറ്റ് പി പി 10,000 ആയിരുന്നു. ക്രെഡിറ്റ് അപ്പോൾ ആൾവേസ് എവിടേക്കായിരിക്കും? ഡിസ്പോസൽ അക്കൗണ്ടിലായിരിക്കും 10,000. സോ ഇവിടെ ഡിസ്പോസൽ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യണം. എത്ര? 10,000. ക്ലിയർ ആണോ? സോ ഗ്രേറ്റർ സൈഡ് വരുന്നത് ക്രെഡിറ്റ് സൈഡ് ആണ്. 2625 വരുന്നുണ്ട്. സെയിം ബാലൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇവിടെ ബാലൻസ് വരുന്നുണ്ട്. ബാലൻസ് എത്രയാണ്? 625 ആണ്. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വന്നാൽ എന്താണ്? പ്രോഫിറ്റ് ആണ്. സോ എല്ലാവരും ശ്രദ്ധിക്കാം, മാജിക് കണ്ടോളൂ. ഇവിടെ 625 വന്നു, ഇവിടെയും എന്ത് വരും? 625. ഇത് തന്നെയല്ല നമുക്ക് കിട്ടിയ ആൻസർ. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്പോസൽ ത്രൂ പാർട്ട് എക്സ്ചേഞ്ച് അലവൻസ് എന്ത് ചെയ്യേണ്ടത്? ഡിസ്പോസൽ ത്രൂ പാർട്ട് എക്സ്ചേഞ്ച് അലവൻസ് അക്കൗണ്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പി പിയുടെ ഡിസ്പോസൽ പറഞ്ഞു, ഡിസ്പോസലിൻ്റെ ഇക്വേഷനും പറഞ്ഞു. അതുപോലെ തന്നെ ഡിസ്പോസൽ എങ്ങനെ നമ്മൾ ലെഡ്ജറിൽ അക്കൗണ്ട് ചെയ്യണം, ജേണൽ എഴുതാൻ പഠിച്ചു, ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യാൻ പഠിച്ചു. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ നിങ്ങൾക്ക് ഡിസ്പോസൽ ഓഫ് പി പി എന്നുള്ള ടോപ്പിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.